നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ രോഗി ചികിത്സാ പിഴവ് മൂലം മരിച്ചുവെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് ഡോക്ടർ മനോജ് വെള്ളനാട്. ഫേസ്ബുക്കിൽ എഴുതിയ നീണ്ട കുറിപ്പിലാണ് മനോജ് വെള്ളനാടിന്റെ പ്രതികരണം. ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചുവെന്ന് പറയും മുന്നേ ഇതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കേരളത്തിലെ ഒരു ആശുപത്രിയിൽ ഒരു രോഗി മരിച്ചാൽ ഒന്നുകിൽ ചികിത്സ കിട്ടാതെ മരിച്ചു, അല്ലെങ്കിൽ ചികിത്സാ പിഴവ് മൂലം മരിച്ചു എന്ന ചിന്താ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ട് കുറച്ചു നാളായി. ഇതിന്റെ പ്രധാന പ്രയോജകർ വാർത്തകൾക്ക് വസ്തുതകൾ ബാധ്യത ആവരുത് എന്ന വല്ലാത്ത ശാഠ്യമുള്ള കേരളത്തിലെ തേങ്ങയുടെ എണ്ണത്തേക്കാൾ കൂടുതലുള്ള മാധ്യമങ്ങൾ തന്നെയാണ്. വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ രോഗി മരിച്ചത് ഒട്ടും നിസ്സാരമായ കാര്യമല്ല, വാർത്താ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും രോഗി ഒരു യുവാവാണ്. പക്ഷേ വാർത്തയ്ക്ക് വസ്തുതകൾ ബാധ്യത ആവരുത് എന്ന നിർബന്ധം ഇവിടെ ഉണ്ടായി. ഇപ്പോൾ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം വിളപ്പിൽശാലയിൽ ചികിത്സ വൈകിയതും ചികിത്സ നൽകാത്തതും കാരണം 37കാരൻ മരിച്ചുവെന്ന്. എന്നാൽ സത്യം അതാണോ? അതാർക്കറിയണം? എന്നാലും നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ പറയണമല്ലോ. രാത്രി 1:30 അടുപ്പിച്ച് ആശുപത്രിയിൽ എത്തിയ രോഗിക്ക് ഗ്രിൽ തുറന്നു കൊടുത്തില്ല എന്നതാണ് ആദ്യത്തെ പ്രശ്നം. എന്നാൽ CCTVയിലെ സമയം പരിശോധിച്ചാൽ അറിയാം രോഗി എത്തി 2 മിനിറ്റ് തികച്ചെടുത്തിട്ടില്ല എന്ന കാര്യം. പക്ഷെ അക്കാര്യം പരിശോധിച്ചാലേ അറിയൂ. ഡോക്ടർ പരിശോധിക്കാൻ വൈകി, അതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. രോഗിയെ നേരെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോകുന്നതും കാണാം. വേണ്ട ചികിത്സ നൽകിയില്ല. ശ്വാസമുട്ടലുമായി വരുന്ന രോഗിക്ക് നൽകേണ്ട അല്ലെങ്കിൽ ഒരു സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെയ്യാവുന്ന ചികിത്സകൾ 2 തരം ഇഞ്ചക്ഷനും നെബുലൈസേഷനും ഓക്സിജനും അവിടെ നിന്നും നൽകിയിട്ടുണ്ട്. തുടർന്ന് തുടർ ചികിത്സയ്ക്കായി ഓക്സിജനോടുകൂടി തന്നെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. CPR നൽകിയില്ല. ഇതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. CPR ബോധമുള്ള, പ്രതികരിക്കുന്ന, നടന്നു പോകുന്ന രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സയല്ല. അത് അബോധാവസ്ഥയിലുള്ള, പൾസ് ഇല്ലാത്ത രോഗികളിലെ ചെയ്യാൻ പറ്റൂ. മഹേഷിന്റെ പ്രതികാരത്തിലെ പട്ടാളക്കാരൻ ചെയ്യുന്നത് കണ്ട് അതാണ് CPR എന്ന് വിചാരിക്കരുത്. രോഗി വരുന്നതും ഇതെല്ലാം സംഭവിക്കുന്നതും ആംബുലൻസിൽ കയറി പോകുന്നതും എല്ലാം മനുഷ്യസാധ്യമായ ശരിയായ വേഗതയിൽ തന്നെയാണ്. എന്നിട്ടും രോഗി മെഡിക്കൽ കോളേജ് എത്തും മുൻപേ മരിച്ചു. അത് ദൗർഭാഗ്യകരമാണ് എന്നു കരുതി അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയുമാണ് കാരണമെന്ന് പറയുന്നത് എന്നടിസ്ഥാനത്തിലാണ്? അദ്ദേഹം വളരെ നേരത്തെ ഹൃദ്രോഗിയായിരുന്നു. മരിക്കുന്നതിന് 3 ദിവസം മുൻപും ഇതേ ആശുപത്രിയിൽ ഇതേ ബുദ്ധിമുട്ടുമായി വരികയും വേണ്ട ചികിത്സ നൽകിയ ശേഷം തുടർ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി ഹയർ സെന്ററിലേക്ക് റെഫർ ചെയ്തതുമാണ്. എന്നാൽ എന്തുകൊണ്ടോ അദ്ദേഹം അതിനൊന്നും പോയില്ല. അപ്പോൾ എന്താണ് മരണകാരണം? ആർക്കും അറിയില്ല. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ അറിയൂ. എന്നാൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർ വിചാരണയും നടത്തി വിധിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ ശരിയായ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അവർ എപ്പോഴെങ്കിലും വാർത്തയാക്കുമോ? അതിലൊരു ത്രില്ലുമില്ല. ഇനി ശരിയായ വസ്തുത അറിയാൻ ഭൂരിപക്ഷം മലയാളികൾക്കും താല്പര്യമുണ്ടോ? ഒട്ടുമില്ല എന്നതാണ് മറ്റൊരു സത്യം. ചികിത്സ വൈകിയാലും ചികിത്സാ പിഴവുകളും സംഭവിക്കുന്ന കാര്യമാണ്. എവിടെയും എപ്പോഴും സംഭവിക്കാം. കാരണം ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യരാണ്. പക്ഷേ അത് വാർത്തയാക്കും മുൻപ് ശരിക്കും അങ്ങനെ സംഭവിച്ചോ എന്ന് അന്വേഷിക്കേണ്ടത് മിനിമം മര്യാദയാണ്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വേണ്ടിയാണല്ലോ. അതിനെ അനാവശ്യമായി അപകീർത്തിപ്പെടുത്തിയത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.